എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. 2024 ജനുവരി 21 തീയതി നടന്ന സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ആൻസ്റ്റന്റേറ്റീവ് ആൻസർ കീയുടെ ഡിസ്കഷനുമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് സന്തോഷത്തോടെ അറിയിക്കുകയാണ്, ടോസ് അക്കാഡമിയുടെ പെയ്ഡ് കോഴ്സിൽ നിന്നും ജനറൽ പേപ്പറിലെ പെയ്ഡ് കോഴ്സിൽ നിന്നും, കോഴ്സ് എന്ന് പറയുമ്പോൾ വീഡിയോ ക്ലാസ്, നോട്ടുകൾ, റിവിഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഇവയിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ICT, റിസർച്ച്, ഫിലോസഫി, സൈക്കോളജി, അതുപോലെ കറണ്ട് അഫയേഴ്സ്, GK തുടങ്ങിയ ഏരിയാസിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അക്കാഡമിയിൽ കോച്ചിങ്, ക്ലാസ്, നോട്ട്, എക്സാമുകൾ എന്നിവ അറ്റൻഡ് ചെയ്തവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചേരാനുള്ളൊരു കണ്ടന്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എക്സാമുകളുടെ കാര്യമാണ് നമ്മൾ എടുത്തു പറയുന്നത്. ക്ലാസ്സിനേക്കാളും കൂടുതൽ ക്ലാസ് പഠിപ്പിച്ച് കഴിയുമ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാനായിട്ട് നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. നമുക്ക് ആൻസർ കീ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ മനസ്സിലായ ഒരു കാര്യമാണ്, മറ്റ് സ്റ്റേറ്റിന്റെ എക്സാമുകളിൽ നിന്നും, സെറ്റ് എക്സാമുകളിൽ നിന്നും, തെലങ്കാന, തമിഴ്നാട്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഇവരുടെയൊക്കെ സെറ്റ് എക്സാമുകളിൽ നിന്നും, അതുപോലെ GK പാർട്ടിലേക്ക് വരുമ്പോൾ SSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും, പിന്നെ PGT, DGT എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു രീതി. അതുപോലെ UGC നെറ്റിന്റെ ജനറൽ പേപ്പറിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പ്രവണത ഇത്തവണ കണ്ടു. അപ്പോൾ നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകളിൽ സെയിം ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനോടൊപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അതേപടി ഓപ്ഷൻസ് മാറിയും ക്വസ്റ്റ്യനിൽ ചെറിയ ചേഞ്ച് ഒക്കെ വന്നിട്ട് ആ സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റുകളാണ് നമ്മുടെ കോച്ചിങ്ങിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് അറ്റൻഡ് ചെയ്തവർക്ക് അതിന്റെ ബെനിഫിറ്റും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് സെഷൻസ് യൂട്യൂബ് വീഡിയോസിൽ നിന്നും ഏറ്റവും അവസാനം ഇന്നലെ അപ്ലോഡ് ചെയ്ത റാപ്പിഡ് റിവിഷനിൽ നിന്ന് കറണ്ട് അഫയേഴ്സിന് 2 ചോദ്യങ്ങൾ അതേപടി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബുക്കിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോച്ചിങ് എടുത്തവർക്ക് അതിന്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. എടുത്തവർക്ക് മീൻസ് നന്നായിട്ട് പഠിച്ചവർക്ക്, എക്സാമുകൾ അറ്റൻഡ് ചെയ്തവർക്ക്. സെറ്റ് പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കോൺടാക്ട് ചെയ്യാം. വേറെ എവിടെ നിന്നും പുറത്ത് പഠിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം പാസ് മാർക്കിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനിയും കൂടുതൽ മോഡിഫിക്കേഷൻ വരുത്തിയായിരിക്കും പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. On the basis of Dale's cone of experience, which of the following learning method is considered to be the most effective? ഈ Dale's cone of experience audio visual aids എന്ന് പറഞ്ഞ ഭാഗത്ത് പഠിക്കേണ്ടതാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ A reading text, ഓപ്ഷൻ B watching still pictures, ഓപ്ഷൻ C listen to lecture, ഓപ്ഷൻ D direct purposeful experience. അപ്പോൾ ലേണിംഗ് മെത്തേഡിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വരുന്നത് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത്തവണ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ അടുത്ത തവണ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഓർഡർ എന്താണ് എന്നൊക്കെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഓരോ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എൻവയോൺമെന്റൽ മൊമെന്റ്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ലിസ്റ്റ് 1 പറയുന്നത് മൊമെന്റുകളുടെ നെയിമും, ലിസ്റ്റ് 2 അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ ഒന്നാമത്തെ ലിസ്റ്റിൽ വരുന്നത് സൈലന്റ് വാലി മൊമെന്റ് ആണ്. സൈലന്റ് വാലി മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഓപ്ഷൻ സെക്കൻഡ് ടൈമിനോട് മാച്ച് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ടിങ് ദ എവർഗ്രീൻ ഫോറസ്റ്റ് ഫ്രം ബീങ് ഡിസ്ട്രോയിഡ് ബൈ എ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ, against the large dams being built across the Narmada river. ഓപ്ഷൻ സി ടെഹ്രി ഡാം കോൺഫ്ലിക്റ്റ്. ഇത് ഫസ്റ്റ് വണ്ണോട് മാച്ച് ചെയ്യാം. against the displacement of town inhabitants and the environmental consequences of the weak ecosystem. ഓപ്ഷൻ ഡി ചിപ്കോ മൊമെന്റ്. ചിപ്കോ മൊമെന്റ് നമുക്ക് ട്രീ ഹഗ്ഗിംഗ്, റാപ്പിംഗ് ആംസ് അറൌണ്ട് ട്രീസ് ആൻഡ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഓപ്ഷൻ ബി ആണ് ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മറ്റൊരു തവണ
ഈ ഓരോ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളുടെ പേരായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ സെയിം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എമിനൻസ്, റൈറ്റ് സൈഡിൽ അതിന്റെ കോൺട്രിബ്യൂഷൻസ്. ഇതൊക്കെ നമ്മൾ കോച്ചിങ്ങിലെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തെറ്റിച്ച് കളയരുത്. റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഗാഗ്നെ ഓപ്ഷൻ 4 ആണ്, ഹൈറാർക്കി ഓഫ് ലേണിംഗ്. പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്, B3 ആണ്. അതുപോലെ തന്നെ സി വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. ജോൺ ഡൂയി ഒരു പ്രാഗ്മാറ്റിസം അതിന്റെ മെയിൻ പ്രൊപ്പോണന്റ് ആണ്. ഓക്കെ, ഇനി നാലാമത്തേത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഇത്തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ മോക്ക് ടെസ്റ്റുകളിലും റിവിഷൻ അസൈൻമെന്റുകളിലും പെയ്ഡ് കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്ലസ് അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനോട് അവർക്ക് സ്റ്റുഡൻസിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടോസ് അക്കാഡമിയിൽ സെറ്റിന്റെ പുതിയ ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഓൾറെഡി കഴിഞ്ഞ തവണ വന്ന HSST പരീക്ഷകളുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നു, റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു. ഇനി അടുത്ത HSST പരീക്ഷ 26-27 കാലഘട്ടത്തിലാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനു മുമ്പ് ഒരു വർഷത്തിൽ 2 സെറ്റ് ഉള്ളെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇനി അതിനു മുമ്പ് 5 സെറ്റ് എക്സാം ഒക്കെ കിട്ടിയാൽ ഭാഗ്യം. ഒരു 5 ചാൻസ് കൂടെ നിങ്ങളുടെ ഫ്രണ്ടിൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനു മുമ്പ് സെറ്റ് പാസ്സാകണം. സെറ്റ് എക്സാം ആണെങ്കിൽ ഓരോ ദിവസം ടഫായിട്ട് വരുന്നു, പാസ്സാകുന്നവരുടെ എണ്ണം കുറയുന്നു. പക്ഷെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് വരുന്നു. HSSTക്ക് മാത്രമല്ല, ഈ പുതിയ വിദ്യാഭ്യാസ നയങ്ങളൊക്കെ വരുമ്പോൾ സെറ്റ് പോലുള്ളൊരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. ഈവൻ ഹൈസ്കൂൾ ലെവലിലേക്ക് പോലും സെറ്റ് ചോദിക്കുന്ന ഒരു അവസ്ഥ പല സെഷൻസിലും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സെറ്റ് പാസ്സാകണം, ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല. നമ്മൾ പുതിയ ബാച്ച് ഓപ്പൺ ചെയ്യുന്നത് ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയാണ്. നിങ്ങൾക്ക് 100-ലധികം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ, ജനറൽ പേപ്പറിൽ സബ്ജക്റ്റ് പേപ്പറും ഉൾപ്പെടെ 100-ലധികം മോക്ക് ടെസ്റ്റുകൾ ഇത്തരത്തിൽ UGC നെറ്റ്, CSIR നെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ അതർ സ്റ്റേറ്റ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കളക്ട് ചെയ്യുന്ന രീതിക്ക് സെറ്റിന്റെ പ്രീവിയസ് ഇയർ 100-ലധികം മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലും എക്സാമിലും ഒക്കെ ആയിട്ട് സെറ്റിന്റെ തന്നെ 2010 മുതൽ 2014 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ടീച്ചേഴ്സിന്റെ പേഴ്സണൽ കെയർ ഉണ്ടാകും, ഡൗട്ട് ക്ലിയറൻസ് വരുന്നുണ്ടായിരിക്കും. റെക്കോർഡ് ക്ലാസ്സസ് ആണ്, ക്ലാസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ടൈം ഇഷ്യൂ ഇല്ലാണ്ട് അറ്റൻഡ് ചെയ്യാം. നോട്ട്സ് തരുന്നുണ്ടാകും, ലൈവ് റിവിഷൻ സെഷൻസ് തരുന്നുണ്ടായിരിക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെറ്റിന്റെ റിസൾട്ട് കിട്ടുന്ന ഏക അക്കാഡമി ടോസ് അക്കാഡമിയാണ്. വരുന്ന സ്റ്റുഡൻസിന്റെ മെജോറിറ്റി പാസ് ആയി പോകുന്ന ഏക അക്കാഡമി ടോസ് അക്കാഡമിയാണ്. നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ആണ്, അഫോർഡബിൾ ഫീസ് ആണ്. ബേസിക് മുതൽ അഡ്വാൻസ് വരെയുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ UGC, CSIR നെറ്റ്, അതർ സ്റ്റേറ്റ് എക്സാംസ്, PGT, TGT, SSC ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുത്തി നമ്മൾ സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ടാകും. അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകം പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ തരുന്ന ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ UGC നെറ്റ് അങ്ങനെയൊക്കെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം PSC ആണെങ്കിൽ സയന്റിഫിക് അസിസ്റ്റന്റ് അതൊക്കെ വിളിച്ചിട്ടുണ്ട് അല്ലെ, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള PG ലെവൽ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സെയിം കണ്ടന്റ് പഠിച്ചവർക്ക് ജോലി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ വരുന്നുണ്ട് ടോസ് അക്കാഡമിയിൽ. അപ്പൊ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോച്ചിങ് നിങ്ങൾക്കൊരു ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യാപന ജോലിയിൽ മാത്രമല്ല മറ്റു വേക്കൻസീസിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പാസ്സാകാനും പറ്റുന്ന ഒരു ചാൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത സെഷനിലേക്ക് പോകാം. Who among the following propagated negative education? നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു പോസിറ്റീവ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് റൂസോ ആണെന്നുള്ള കാര്യം. നമ്മുടെ ഹാൻഡ് ബുക്കിൽ നമ്മളത് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. According to Piaget's theory of cognitive development, the ability to use signs and symbols to represent objects and events is a characteristic of dash stage. Symbolic stage pre-operational stage-ലാണ് വരുന്നത്. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 5ന്റെ ആൻസർ A, 6 B ആണ് വരുന്നത്. 7. Which of the following is a research tool? അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അറിയാം. ഇവിടെ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസ് കേസ് സ്റ്റഡിയും ചെക്ക് ലിസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾക്ക് മെയിനായിട്ട് പേഴ്സണാലിറ്റി അസസ്മെന്റിൽ ഇവാലുവേഷനിൽ
ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. സർവേയിലോട്ട് വരുമ്പോൾ ഇത് ഇവാലുവേഷൻ ടൂൾ ആണെങ്കിലും കൂടുതലും റിസർച്ച് ടൂൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എട്ടാമത്തെ നമ്മുടെ ക്ലാസ്സിലും നോട്ടിലും ഒക്കെ നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Which among the following is the primary law in India on technology, computers, e-commerce and e-communication? ഓപ്ഷൻ സി, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ നോക്കുക എത്ര ക്വസ്റ്റ്യൻസ് ആ ടോസ് അക്കാഡമിയിൽ കോച്ചിങ് എടുത്തവർക്ക് അറിയാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി വെൻ ഫോക്കസസ് ഓൺ സ്റ്റുഡൻസ് വർക്കിംഗ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ടു സോൾവ് പ്രോബ്ലംസ് ഓർ പ്രിപ്പയറിംഗ് ഒബ്ജക്ട്സ്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പത്താമത്തെ ഇതും ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. അപ്പോൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കിയവർക്ക് ഇതിന് റൈറ്റ് ആയിട്ട് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓപ്ഷൻസ് ഇതാണ്. ടെസ്റ്റ് which are designed to measure a student's performance against a predetermined set of criteria. Second option idana, the same test can be given at different times and places. Third one, can compare the relative performance of individual students or group of students. Option 4, the test is not scored in a consistent or in a standard manner. തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഈ നാലാമത്തെ ഓപ്ഷൻ നമുക്ക് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയാൻ പറ്റില്ല. ബാക്കി മൂന്നും കറക്റ്റ് ആണ്. ഇനി 11ാമത്തേത്, ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ ആണ്. അതിന്റെ മറ്റൊരു പേരാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. നമ്മുടെ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു, എക്സാമിന് തന്നിരുന്നു. 11ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 12, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. The activities learned by right hand can be performed by left hand even without learning up to some extent. Example, Govind is a right-hander but his right hand got injured. He tried to write the examination with the help of left hand. The transfer of learning is known as option A, bilateral transfer. But transfer of learning എല്ലാ തവണയും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. സീറോ ട്രാൻസ്ഫർ, പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, ബൈലാറ്ററൽ ട്രാൻസ്ഫർ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സെപ്ഷണൽ കേസാണ്. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തിരുന്ന ഒരു കാര്യം ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് കൈമാറി ചെയ്യുമ്പോൾ അത് പോസിബിൾ ആവുന്ന രീതി, അതിനെയാണ് ബൈലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. 14, the software that manages computer hardware and provides various services for computer programs. Option B, operating system ആണ്. ICT യുടെ ക്ലാസ്സിൽ ഇത് പ്രൊവൈഡ് ചെയ്തിരുന്നു. 15, Environmental Protection Act came into force in option C, 1986. അപ്പം അക്കാഡമിയിൽ കോച്ചിങ് എടുത്തിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പ്രോട്ടോകോൾസിനെ പറ്റിയും ആക്ടുകളെ പറ്റിയും പഠിച്ച ക്ലാസ്സിൽ അലക്സ് സാർ എടുത്തിരുന്നു. 1986 ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത് എന്നുള്ള കാര്യം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചേഴ്സ് ഷുഡ് ബി ദ ബെസ്റ്റ് മൈൻഡ്സ് ഇൻ ദ കൺട്രി. ഹൂസ് വേർഡ്സ് ആർ ദീസ്? റൈറ്റ് ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണയാണ്. അപ്പോൾ എമിനന്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നമ്മളിത് പഠിക്കുന്നതാണ്. ഒരുപാട് തിങ്കേഴ്സ്, ഇന്ത്യൻ വെസ്റ്റേൺ തിങ്കേഴ്സിന്റെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. കോച്ചിങ് ക്ലാസ്സിൽ നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 17, the commission appointed in 1929 to survey on the growth of education in India. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഹാർട്ടോഗ് കമ്മീഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മളിത് കമ്മീഷൻസിന്റെ ടൈം ലൈൻ തന്നിട്ട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഹാർട്ടോഗ് കമ്മീഷൻ ആണ് 1929 വന്നിട്ടുള്ളത്. 18, the centrally sponsored scheme of the Ministry of Human Resource Development stands for the development of secondary education in public throughout India. ആൻസർ RMSA ആണ്. നമ്മുടെ ക്ലാസ്സിലെ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഹിന്റിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് MHRD കൊണ്ടുവന്ന സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണെന്നും രണ്ടാമത്തേത് സെക്കൻഡറി ലെവലിൽ വന്നതാണെന്നും ഉള്ള കാര്യം. അതിൽ നിന്ന് തന്നെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി RMSA ആണെന്ന് കിട്ടും. ക്ലാസ്സിലെ പഠിപ്പിച്ച കാര്യമാണ്. അടുത്തതും ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 19, നാക്കിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
An autonomous organization which emphasizes planning, management and capacity building in educational policy through research, training, consultancy and dissemination. Okay, ഈ ഓട്ടോണോമസ് ഓർഗനൈസേഷൻ എന്നുള്ള പേരിൽ നിന്ന് തന്നെ പലർക്കും നാക്കാണ് ആൻസർ എന്നുള്ള കാര്യം കണക്ട് ചെയ്യാൻ പറ്റും. 20. The philosophical thought which postulates that all objects in the physical universe are reducible to a finite number of atoms. അപ്പോൾ നമ്മളിത് ഹാൻഡ് ബുക്കിൽ തന്ന സെയിം കാര്യമാണ്. ആറ്റോമിസ്റ്റ് സ്കൂൾ എന്നറിയപ്പെടുന്നത് വൈശേഷികയാണ്. അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ സെന്റൻസ് മൊത്തം വായിച്ചു നോക്കി സമയം കളയുന്നും വേണ്ട. ഇവിടെ ആറ്റംസ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് ആറ്റോമിസ്റ്റ് സ്കൂൾ ഏതാണ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി വൈശേഷികയാണ് 20ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 21. പ്രമാണ അക്കോർഡിംഗ് ടു പതഞ്ജലി ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് കറക്റ്റ് നോളജ്. സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. 22. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ഫൗണ്ടർ ഓഫ് ജൈനിസം. ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഋഷഭ് ദേവ് ആണ്. ജൈനിസത്തിന്റെ ഫസ്റ്റ് ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത് ഋഷഭ് ദേവ് ആണ്. അപ്പൊ 22 സി ആണ് റൈറ്റ് ആൻസർ. 23. Islamic tradition in education lays importance on inculcation of which of the values. അപ്പോൾ ഇസ്ലാമിക് എഡ്യൂക്കേഷന്റെ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമിലിറ്റി ആൻഡ് നൊബിലിറ്റി ആണ്. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ 23 ക്വസ്റ്റിനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ടോസ് അക്കാഡമിയുടെ പെയ്ഡ് കോഴ്സിൽ നമ്മൾ ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക്, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് നമ്മൾ അസൈൻമെന്റ് തരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഹു ബിലീവ് ദ മാൻ ഈസ് ബോൺ ബേസിക്കലി ഗുഡ് ബട്ട് സോഷ്യലി കറപ്റ്റ്സ് സൊസൈറ്റി കറപ്റ്റ്സ് മാൻകൈൻഡ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ കോഡ്സ് ഒരുപാട് ചോദിക്കും. ഇതിന്റെ റൈറ്റ് ആൻസർ റൂസോ ആണ് വരുന്നത്. 25. Rapid growth of nuclear families in the society leading to many problems among youth is an instance of value addition, value crisis, value deterioration, value corrosion. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബിയും സിയും ഒരു കൺഫ്യൂസിങ് ആയിട്ട് വരും. വാല്യൂ ക്രൈസിസ് ആണോ അതുപോലെ തന്നെ വാല്യൂ ഡിറ്റീരിയോറേഷൻ ആണോ എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലേ. അപ്പോൾ അത് വാല്യൂ ഡിറ്റീരിയോറേഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഈ വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ടേമുകൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നമ്മുടെ ക്ലാസ്സുകളിൽ അത് മെൻഷൻ ചെയ്ത് തരാറുണ്ട്. അത്തരത്തിലുള്ള ടേമുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. വാല്യൂ, കൾച്ചർ, സോഷ്യൽ ചേഞ്ച് ഇതൊക്കെ റിലേറ്റഡ്. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ കൾച്ചർ. ഞാൻ പറഞ്ഞല്ലോ കൾച്ചർ റിലേറ്റഡ് ടേംസ് ചോദിക്കാറുണ്ട്. കൾച്ചറൽ ട്രാൻസ്ഫർമേഷൻ, ട്രാൻസ്മിഷൻ, കൾച്ചറൽ ലാഗ്, ഇനേർഷ്യ, അങ്ങനെ ഒത്തിരി ടേംസ് ചോദിക്കാറുണ്ട്. അത് ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ പോരാ, എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുകയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കുകയും വേണം. 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻ ഓർഗനൈസേഷൻ മൂവ്ഡ് ഫ്രം എ കോമ്പറ്റീറ്റീവ് ആൻഡ് ഐസൊലേറ്റഡ് കൾച്ചർ ടു വൺ ദാറ്റ് ഈസ് മോർ കൊളാബറേറ്റീവ് ആൻഡ് കസ്റ്റമർ ഫോക്കസ്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൾച്ചറൽ. ഓപ്ഷൻ എ ആണ് 26ന് വരുന്നത്. ഓപ്ഷൻ എ ട്രാൻസ്ഫർമേഷൻ ആണ്. 27 എനിത്തിങ് ക്യാൻ ബി കോട്ട് അറ്റ് എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഇത് പറഞ്ഞത് ജെറോം എസ് ബ്രൂണർ ആണ്. നിങ്ങൾ സൈക്കോളജിസ്റ്റുകളുടെ പേര് പഠിക്കുമ്പോഴും അവരുടെ തിയറി പഠിക്കുമ്പോഴും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ കോട്ട്സ്, ബുക്ക് ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കണം. 28 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബാൻസ് അൺടച്ചബിലിറ്റി ഇൻ എനി ഫോം ഓഫ് കൈൻഡ് ഈസ് എ പാർട്ട് ഓഫ് ഓപ്ഷൻ 28ന്റെ ഓപ്ഷൻ റൈറ്റ് ആൻസർ ബി ആണ് വരുന്നത്. സെക്യുലറിസം ആണ് റൈറ്റ് ആൻസർ വരുന്നത്. 29 the newly developed vaccines which are beneficial to humans have been opposed by individuals due to no moral and ethical reasons is an instance of cultural. റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പ്രിസർവേഷൻ ആണ്. കാരണം പ്രിസർവേഷൻ വരാൻ കാരണം ഇവിടെ നിലവിലുള്ള എന്തോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കൾച്ചറിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രിസർവേഷൻ റൈറ്റ് ആൻസർ ആണെന്ന് പറയാനായിട്ട് പറ്റുന്നത്. 30 which among the following is not a life skill എന്നാണ്. ഇന്റലിജൻസ് ആണ് റൈറ്റ് ആൻസർ. 31 a person's personality is determined by characteristics that are consistent and stable over long periods of a person's life. Which personality approach is this trait approach?
7 primary mental abilities in intelligence. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, തേഴ്സ്റ്റിനാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസ് ഈസി ആണ്. ദ കൺസെപ്റ്റ് ഓഫ് ബീയിങ് ഏബിൾ ടു സക്സസ്ഫുള്ളി പെർസീവ് ആൻഡ് ഡിറൈവ് ഇൻസൈറ്റ് ഫ്രം വിഷ്വൽ ഡേറ്റ ഈസ് നോൺ ആസ് സ്പേഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കാര്യം അറിയാമായിരിക്കാം, പക്ഷെ എക്സാമിലേക്ക് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ അറിവുണ്ടാവില്ല. അത് എത്രമാത്രം നിങ്ങൾ നോട്ട് വായിച്ചാലും ക്ലാസ് കണ്ടാലും അത് കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. MCQ ടൈപ്പ് ഓപ്ഷൻസ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് ഏതൊരു എക്സാമിനാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ അതേ കണ്ടന്റ് അതേപടി ചോദിക്കാതിരിക്കില്ല. ഓപ്ഷൻസ് വളച്ചും തിരിച്ചും ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഉത്തരം തെറ്റിപ്പോയെങ്കിൽ പോലും എങ്ങനെ ആ ഉത്തരം വന്നു, എന്താണ് ആ ഓപ്ഷൻ അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വന്നത്, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സുമാരോട് ചോദിക്കാം എന്താ മിസ്സേ അങ്ങനെ വന്നേന്ന്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ ആഴത്തിൽ പഠിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ സെറ്റ് വേൾഡ് എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. 34 ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് ആണ്. ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടില്ല. നമ്മുടെ ഹാൻഡ് ബുക്കിലും കോച്ചിങ്ങിനും ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 34 അതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പൊ ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് ആണ്. അത് പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലുമിനേഷൻ, പിന്നെ അടുത്ത് വരുന്നത് ഇവാലുവേഷൻ, വേരിഫിക്കേഷൻ എന്നാണ് അതിന്റെ റൈറ്റ് സ്റ്റേജ് വരുന്നത്. 35 a learner is exceptional when his performance is significantly above or below average than the average student എന്നുള്ളതാണ്. ബി ആണ് റൈറ്റ് ആൻസർ. 36 ഇത് നമുക്ക് ഇതിനു മുമ്പ് കേട്ടിട്ട് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കേട്ടിട്ട് പരീക്ഷയുടെ പ്രത്യേകിച്ച് കാറ്റഗറി 3യുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സൈക്കോളജിയുടെ ഏരിയയിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയയിലും പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്, അത് ഓർമ്മിപ്പിക്കുന്നു. 36ാമത്തേതിൽ 35 ബി ആണ്, 36 വരുന്നത് എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 37 the 3-star model of information processing, അറ്റ്കിൻസൺ ഷിഫ്രിംഗ് മോഡൽ ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ് റൈറ്റ് ആൻസർ. മെമ്മറി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. 38 if a teacher identifies a general problem in the classroom, he can provide the immediate solution. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 4 ഓപ്ഷനും ഡൗട്ട് അടിക്കും. പക്ഷേ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് ആക്ഷൻ റിസർച്ചിന്റെ ഒരു ഫീച്ചറാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത് നീഡ് ഫോർ അച്ചീവ്മെന്റ്, NACH എന്ന് പറയുന്ന ടീം ആരാണ് കോയിൻ ചെയ്തത്? ഡേവിഡ് മക്ലെലാൻഡ് ആണ്. നമ്മുടെ ഹാൻഡ് ബുക്കിലും ക്ലാസ്സിലും ഒരുപോലെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എബിലിറ്റീസ് ആൻഡ് knowledge that enables a teacher to excel academically is a teacher. ഇത് 2 ഓപ്ഷൻ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. ബിയും സിയും ഒരുപോലെ. പ്രൊഫിഷ്യൻസിയും കോമ്പീറ്റൻസിയും ബി ആണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത്. ടെൻറ്റേറ്റീവ് ആൻസർ കീ ആണ് ബി പറയുന്നത്. ഒഫീഷ്യൽ ആൻസർ കീയിൽ എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. 31ലേക്ക് കടക്കുമ്പോൾ പ്രോസസ് ടു ക്രിയേറ്റ് ആൻഡ് പ്രൊവൈഡ് ആക്സസ് ടു ലേണിംഗ് when the source of information and the learners are separated by time and distance or both. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 42 the dash model is a student centered approach where the instructor guides the students through questions posed, methods designed and data interpreted by the students. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. In operant conditioning, the specific object or event that influences behavior എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒപ്പേരന്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ കോൺസിക്വൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കൺഫ്യൂസിംഗ് ആണ്. സ്റ്റിമുലസും കൺഫ്യൂസിംഗ് ആണ്. എയും സിയും കൺഫ്യൂസിംഗ് ആണ്. ഇവിടെ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് ഓപ്ഷൻ എ ചൂസ് ചെയ്യാൻ പറ്റും. 44 student can achieve anything if sufficient time and sufficient supporting in learning provided to them. This concept is known as mastery learning. Option B. 45 the extent to which group members are attracted and attached to their group is known as group cohesiveness. 46 a type of leadership that focuses on the exchange of skills, knowledge, resources and effort between leaders and subordinates is known as 46ന്റെ ആൻസർ വരുന്നത്
സി ആണ്, ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ആണ്. 47 എ learner who fails to achieve their potentials or not do as well as expected by their peer is known as underachiever. 48 conduct disorder seen in childhood is known as is dash disorder. Behavioral ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പോർട്ട്ഫോളിയോ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലേണേഴ്സ്. 49ന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആൻസേഴ്സ് ഒന്നും, ജസ്റ്റ് ആൻസറുകൾ മാർക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എടുത്തു പറയുന്നു. ഇനിയും നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് എടുത്തു പറഞ്ഞുമാണ് പോകുന്നത്. 50ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് എ ഡീമെറിറ്റ് റിലേറ്റഡ് ടു ഗ്രേഡിംഗ് സിസ്റ്റം ആസ് ആൻ ഇവാലുവേഷൻ പ്രൊസീജിയർ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓൺ സ്റ്റുഡന്റ് പെർഫോമൻസ് ആൻഡ് ഹെൽപ്പ് മെഷർ പ്രോഗ്രസ് ഓവർ ടൈം. 51 എ കംപ്ലീറ്റ് നെറ്റ്വർക്ക് വിച്ച് ഈസ് യൂസ്ഡ് വിത്തിൻ എ ബിൽഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ LAN ആണ് വരുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 52 ദ നെയിം ഓഫ് എ വെബ് പേജ് അഡ്രസ് URL. ഓപ്ഷൻ എ. 53 ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, സൂപ്പർ കമ്പ്യൂട്ടിംഗ്, അതുപോലെ തന്നെ അബ്രിവേഷൻസ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിച്ചാലേ 1-2 ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിക്കുള്ളൂ. 53 ഓൺ ഡിമാൻഡ് അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം റിസോഴ്സസ് എസ്പെഷ്യലി ഡേറ്റ സ്റ്റോറേജ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പവർ വിത്തൗട്ട് ഡയറക്റ്റ് ആക്റ്റീവ് മാനേജ്മെന്റ് ബൈ ദ യൂസർ ഈസ് നോൺ as ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. Dash is a specific set of questions designed to produce scores indicating the intensity and direction of a person's feeling about an object is known as. 54ന്റെ ആൻസർ വരുന്നത് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ആണ്. 55 process of naturalistic enquiry that seeks an in-depth understanding of social phenomena within natural setting is known as. 55 A ആണ്, ക്വാളിറ്റേറ്റീവ് ആണ് റൈറ്റ് ആൻസർ. 56 the function of Kerala State Higher Education Council is to. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. render advice to government universities and other educational institutions of higher education in the state. 57 expansion of സ്വയം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. നമ്മുടെ ഹാൻഡ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ സ്വയം, ഇൻഫ്ലിപ്പ് നെറ്റ്, എഡ്യൂകോംബ്, അങ്ങനെ സ്വയം പ്രഭ, ഇങ്ങനെ ഒരുപാട് ഈ സൈറ്റുകളുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. അത് ഇത്തവണ സ്വയം ആണെങ്കിൽ അടുത്ത തവണ വേറെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതൊക്കെ UGC നെറ്റിൽ ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാംസുകൾ, ക്വസ്റ്റ്യൻസുകൾ ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 58 as a teacher, if you get an opportunity to teach a partially visually challenged learner along with normal ones, how do you treat him or her in your class? ക്ലാസ്സിൽ ഏറ്റവും ഫ്രണ്ട്ലി കൊണ്ടുവന്ന് സീറ്റ് അറേഞ്ച്മെന്റ് നടത്തുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 59 NLM സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ലിറ്ററസി മിഷൻ. നമ്മുടെ ടോസ് അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അബ്രിവേഷൻ ആണ്. 60 ദ തീം ഓഫ് യാഷ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രീ മോഡൽ എക്സാമിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരുന്നു, അല്ലെങ്കിൽ തന്നെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആണ് റൈറ്റ് ആൻസർ. 61 നമ്മൾ ലാസ്റ്റ് ഡേ അപ്ലോഡ് ചെയ്തിരുന്ന റാപ്പിഡ് റിവിഷൻ ക്ലാസ്സിൽ വന്നിരിക്കുന്ന കറണ്ട് അഫെയർ ആണ്. ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ടോപ്പ് 30 കറണ്ട് അഫെയർസിലെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിത്. ദ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ബി നെയിംഡ് ആസ് സിറ്റി ഓഫ് ലിറ്ററേച്ചർ ബൈ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. ഓപ്ഷൻ സി കോഴിക്കോടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 62 ലോജിക്കൽ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. ഇത് ക്വസ്റ്റ്യൻ റോങ് ആവാനും ഒരു ചാൻസ് വരുന്നുണ്ട്, ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എങ്കിലും സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 63 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാനതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 63ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 64
കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി വൺസ് സോ ഫാർ ബൈ ദ ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ് ആക്ട് ഓഫ് ഡാഷ് എന്നുള്ളതാണ്. അപ്പോൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ആണ് 1976 വന്നതാണ്. ഓപ്ഷൻ ബി ആണ്. 65 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആൻസർ മാർക്ക് ചെയ്ത് പോകുന്നു. നിങ്ങൾ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കുക കേട്ടോ. 66 ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. ഈ ബുക്സ് ആൻഡ് ഓതേഴ്സ് നിങ്ങൾക്ക് പഠിച്ചിരിക്കണം, വരുന്ന വർഷങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം. കേരളത്തിൽ നിന്നുള്ള ബുക്സ്, നാഷണൽ ലെവലിൽ ഫേമസ് ആയിട്ടുള്ള ബുക്സ്, ഇന്റർനാഷണൽ ലെവലിൽ ഫേമസ് ആയിട്ടുള്ള എമിനൻസിന്റെ ബുക്സ് ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ 66ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 67 കോഡിംഗ് ഡീകോഡിംഗ് ആണ്. ഇത് നമ്മൾ കോച്ചിങ്ങിനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 68 അസേർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒത്തിരി അസേർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ വിത്തിൻ ലിമിറ്റഡ് ടൈമിൽ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പൊ 68ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 69 ദ ഫസ്റ്റ് എൻവയോൺമെന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. 69ന്റെ റൈറ്റ് ആൻസർ വരുന്നത് ബിഷോണി മൂവ്മെന്റ് ലെഡ് ബൈ അമൃത ദേവി. 70ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് ദ വേദാംഗാസ് ഇൻ ദ ആൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്. 71 ബി. 70 ബി. 71 which of the following word to synonym relation is incorrect. അതിന്റെ ആൻസർ വരുന്നത് 77 ഓപ്ഷൻ സി 71 ഓപ്ഷൻ ഡി ആണ്. ഇനി 72 ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ഇഡിയം. അപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു സെഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ വരുന്നത് 72 എ ആണ്. 73 നമ്പർ സീരീസിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. രേഷ്മ മിസ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. 73ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 74ന്റെ ഓപ്ഷൻ എ ആണ് വരുന്നത്. 75 വരുമ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. കൺവെൻഷൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. 75ന്റെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് തന്നെ നെക്സ്റ്റ് എക്സാമുകളിൽ ചോദിക്കണമെന്നില്ല കേട്ടോ. ഇതുപോലെ ജി കെയുടെ ഏരിയ ഒരുപാട് വ്യത്യസ്തമായിട്ട് കിടക്കുന്ന ഏരിയാസ് ആണ്. 76 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് 77ലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കുമെന്ന്. 78ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 79 അതൊരു ലോജിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ടോസ് അക്കാഡമിയിലെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 79ന്റെ റൈറ്റ് ആൻസർ ബി ആണ് വരുന്നത്. 80 ഹു വാസ് ദ ഫസ്റ്റ് രാമോൺ മഗ്സൈസായ് അവാർഡ് വിന്നർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 80 സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 81ന്റെയും ആൻസർ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടന്ന വർഷം 2010 ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 82 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 83ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 84 ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 85 കേംബ്രിഡ്ജ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയർ 2023 ഹാലൂസിനേറ്റ് എന്നുള്ളതാണ്. ഡി ആണ് റൈറ്റ് ആൻസർ. 86 വരുമ്പം സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 87 ലോജിക്കൽ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 87 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 88 ഈ പറഞ്ഞ പോലെ ലോജിക്കൽ റീസണിംഗ് കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 88 ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്തവണ ലോജിക്കൽ റീസണിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം മാത്തമാറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. 89 മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. 89ന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 90ന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 91 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 10th 5-year പ്ലാൻ കേരള മോഡൽ ഡെവലപ്മെന്റ് പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. 93 അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്.
94 ഓപ്ഷൻ സി ആണ്. 95 ഓപ്ഷൻ ഡി ആണ്. 96 ഓപ്ഷൻ എ ആണ്. 97ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. 98 ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഐക്കൺ ഫോർ ലിനക്സ് സോഫ്റ്റ്വെയർ ടെക്സ് ദ പെൻഗ്വിൻ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. എ ആണ്. 98 എ ആണ്. 99 വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 100 വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. 101 ദ ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ. 101 ആൻസർ വരുന്നത് സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. തെന്മല. 102ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 103 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 104 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 105ന്റെ ഓപ്ഷൻ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 106ന്റെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 107 പ്രധാന കമ്പനികൾ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഒറിജിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 107 അതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് 4 ആണ്. എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 108 വരുന്നത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 109 ഫേമസ് സ്പോർട്സ് പേഴ്സൺസും അവരുടെ നേറ്റീവ് കൺട്രീസുമാണ് ചോദിച്ചിരിക്കുന്നത്. 109 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 110 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 111 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 112 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 113 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 114 വീണ്ടും അസേർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെങ്കിലും എയുടെ എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് ഓപ്ഷൻ ബി ആണ്. വീണ്ടും 115ലേക്ക് അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കടന്നു വന്നിരിക്കുന്നത്. 115ന്റെ ആൻസർ നമുക്ക് ബി ആയിട്ട് പറയാനായിട്ട് പറ്റും. 116ന്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ്. 117ന്റെ റൈറ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ്. 118ന്റെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ്. 119ന്റെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് എ ആണ്. 120ന്റെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ബി ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളെ എക്സാമിൽ ലാസ്റ്റ് റാപ്പിഡ് ഡിവിഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ രീതിക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് വരുന്നത്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ആൻസർ കീ നോക്കാൻ ആഗ്രഹമുള്ളവർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ മനസ്സിലായി കാണും. ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഓരോ തവണയും സെറ്റ് എക്സാം ഡിഫിക്കൽട്ട് ആണ്. പാസ്സാകുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുവാണ്, പക്ഷെ ഡിമാൻഡ് കൂടി വരുവാണ്. അപ്പൊ ഈ ഒരു പരീക്ഷ പാസ്സായേ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ ജസ്റ്റ് എവിടെന്നെങ്കിലും BEd ടെക്സ്റ്റ് മറിച്ച് നോക്കി പാസ്സാകുന്ന പരിപാടി നടക്കില്ല. പകരം ക്വസ്റ്റ്യൻസ് MCQs, അത് ഞാൻ പറഞ്ഞ പോലെ സെറ്റിന്റെ മാത്രമല്ല, നെറ്റ്, അതർ സ്റ്റേറ്റ് സെറ്റ് എക്സാംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് മറിച്ച് നോക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ സാന്നിധ്യവും കൂടി വരികയാണ്. അപ്പോൾ എല്ലാവരും നോക്കുക. നിങ്ങളുടെ ആൻസർ കീ ഒഫീഷ്യൽ ആയിട്ടുള്ളത് അടുത്ത ദിവസം വരും. മാർക്ക് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ 4-5 ചാൻസേ ഉള്ളൂ അടുത്ത HSST-യിലേക്ക്. ഇപ്പോൾ ഒരു 5 ചാൻസ്, അതായത് ഒരു 3 വർഷത്തിനുള്ളിൽ സെറ്റ് ഇല്ലാത്തവര് ഒത്തിരി ബാക്കിലോട്ട് പോകും. ആ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോച്ചിങ് എടുക്കാം. ഒരു ചാൻസ് നിങ്ങൾ ടോസ് അക്കാഡമിക്ക് തന്നു നോക്കൂ. നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളെ പാസ്സാക്കിച്ചിരിക്കണം. പിന്നെ ഇങ്ങ് വരുമ്പോൾ പഠിക്കണം കേട്ടോ. പഠിക്കാണ്ട് വെറുതെ വന്നു കഴിഞ്ഞാൽ പാസ്സാകുമെന്നും ആറ്റിറ്റ്യൂഡിൽ ആരും വരരുത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും ആ ടോപ്പിക്ക് എവിടെ, ഈ ടോപ്പിക്ക് എവിടെ മിസ്സേ, ആ നോട്ട് എവിടെയാ മിസ്സേ, ഇത് എവിടെയാ മിസ്സേ എന്ന് ചോദിച്ചു വരുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ പഠിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകണം. ഹാർഡ് വർക്ക് ചെയ്യണം. തരുന്ന എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ടോസ് അക്കാഡമി ഉറപ്പായിട്ട് നിങ്ങളെ പാസ്സാക്കിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. അപ്പോൾ ആൻസർ കീ ഒക്കെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം കേട്ടോ.